ഇത് ചെറിയൊരു ഓണം വ്ലോഗാണ് കേട്ടോ. ഇത് ബീഫാണ്. ബീഫ് സദ്യയുടെ കൂടെ വിളമ്പാനല്ല, നമ്മൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഡ്രിങ്ക്സിൻ്റെ കൂടെ ടച്ചിങ്സിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഓണസദ്യക്ക് കറികൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഡിവൈഡിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ പച്ചപ്പയർ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പച്ചപ്പയർ ഉപ്പേരി. പയറുപ്പേരിയും എരിശ്ശേരിയും രസമായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് മത്തങ്ങ നന്നാക്കി പയർ തലേദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു എരിശ്ശേരി ഉണ്ടാക്കാൻ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എരിശ്ശേരിയുടെ. ഇത് മത്തങ്ങയും പയറും വറുത്തെരിശ്ശേരിയാണ് കേട്ടോ. രസം പിന്നെ എനിക്ക് ഭയങ്കര സമാധാനപരമായ ഒരു ഭക്ഷണമായിട്ടാണ് തോന്നാറ്. രസം കൂട്ടി ചോറുണ്ടുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം കിട്ടണ പോലെ തോന്നാറുണ്ട്. ഇതാണ് നമ്മുടെ രസം. ഇറങ്ങോ സ്ലോ മോഷൻ കളിക്കുക. സീൻ തന്നെ ശരിച്ചേട്ടാ. ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ ആദ്യമേ ചെയ്തു കേട്ടോ. കാരണം സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ തലയ്ക്കാകെ ഒരു മത്ത് പിടിച്ച അവസ്ഥയായിരിക്കും. അപ്പോൾ ഇതുപോലെ എനിക്ക് ഓൾഡ് ഫാഷൻ ലവിൽ ഇങ്ങനത്തെ ഒരു പോസിൽ ഫോട്ടോഗ്രാഫി നടത്താനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാരി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ എടുക്കണത്. പക്ഷേ പിന്നെ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പം അങ്ങനെ വെറൈറ്റി പോസുകളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കായിരുന്നു. ഇത് അമ്മ നാട്ടിൽ പായസം ഉണ്ടാക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചാൽ കേട്ടോ. ഭയങ്കരമായിട്ട് മിസ് ചെയ്തത്. അമ്മ അടിപൊളിയായിട്ട് പാലട ഉണ്ടാക്കും. ഇതെൻ്റെ മോക്കയ്ക്ക് വേണ്ടിയിട്ട് അനീതി തയ്ച്ച ഡ്രസ്സാണ് കേട്ടോ. മോക്കേനെ നല്ല അടിപൊളി സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ടായിരുന്നു ഓണത്തിന്. ഇതാണ് കേട്ടോ നമ്മുടെ സദ്യ. ഒരുപാട് കറികളുണ്ടായിരുന്നു. അവസാനം തല കിറങ്ങിപ്പോയി സദ്യ കഴിച്ചിട്ട്. പായസം കുടിച്ച് കിക്കായിട്ടുള്ള ഡാൻസ് കളിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവരുടെ ഡാൻസ് കളിക്കുമ്പോൾ ഞങ്ങൾ ഗേൾസ് ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോയായിരുന്നു. തണുക്കുണ്ടോ? ചെറുതായിട്ട് നല്ല തണുപ്പുണ്ട്. യുകെയിൽ തുടങ്ങി, സമ്മർ അവസാനിച്ചു. നല്ല തണുപ്പുണ്ട്. കണ്ട പക്ഷെ തണുപ്പുണ്ടെന്ന് തോന്നുന്നില്ല, എന്നാലും നല്ല തണുപ്പുണ്ട്. പല്ലൊക്കെ കൂട്ടിയിടിക്കുന്നുണ്ട്. മറിയ ചാക്കോ കറക്റ്റ് നമ്മളെ പറ്റിച്ചിരുത്താറൊക്കെ. ദൃശ്യ ചേച്ചി ഇന്ത്യൻ ദേശികളിനെ കാണിച്ച് നമ്മള് പച്ച എന്തൊരു പച്ചയാക്കിയില്ല പച്ച ചുരിദാറും ടോപ്പൊക്കെ ഇട്ട് തരികയാണ്. ഞാൻ ചേട്ടാ എന്റെ ഔട്ട്ഫിറ്റ് ഇത് കഴിഞ്ഞിട്ട്. ആഫ്റ്റർ സദ്യ നമ്മൾ സാരി കൂരിട്ടിട്ട് നോർമൽ ഡ്രസ്സിലേക്ക് വന്നിരുന്നു കേട്ടോ. നടന്നു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവിടെ ഭയങ്കര DJ. തിരുവോണസദ്യ നമ്മൾ ഫാമിലിയുടെ കൂടെ അല്ലാണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് ആദ്യമായിട്ടാട്ടോ. ഫാമിലിനെ നമ്മൾ നന്നായി മിസ് ചെയ്തു. എന്നാലും ഫ്രണ്ട്സിൻ്റെ കൂടെ അടിപൊളിയായിരുന്നു.